സക്സസ് ഫയലിലേക്ക് സ്വാഗതം. 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. പിന്നത്തെ ഈ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 46 മാർക്കാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ കടൽ കാറ്റ് എന്ന് വിളിക്കുന്നു. കടൽ കാറ്റ്. സഹ്യാദ്രിയിലെ മഹാബലേശ്വരിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏത്? സഹ്യാദ്രിയിലെ മഹാബലേശ്വരിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏത്? കൃഷ്ണ നദിയാണ്. ഓപ്ഷൻ ബി, കൃഷ്ണ നദി. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേര് എന്ത്? ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേര് എന്ത്? അറ്റോൾ. ഓപ്ഷൻ എ ആണ് ഉത്തരം. അറ്റോൾ. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളാണ് അറ്റോൾ. അരുവികൾ അദൃശ്യമാകുന്ന ശിവാലിക് കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല ഏത്? അരുവികൾ അദൃശ്യമാകുന്ന ശിവാലിക് കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖലയാണ് ബാബർ. ഓപ്ഷൻ ബി, ബാബർ. പശ്ചിമഘട്ടവും പൂർവഘട്ടവും കൂടിച്ചേരുന്ന ഭാഗം ഏത്? പശ്ചിമഘട്ടവും പൂർവഘട്ടവും കൂടിച്ചേർന്ന ഭാഗമാണ് നീലഗിരി. 2023 55-ാം ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആര്? 2023 55-ാമത് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാൽ ആണ്. മോഹൻലാൽ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. സെബി സ്ഥാപിതമായത് എന്നാണ്. സെബി സ്ഥാപിതമായത് എന്ന് 1988 ഏപ്രിൽ 12-നാണ്. 1988 ഏപ്രിൽ 12-നാണ് സെബി സ്ഥാപിതമായത്. സെബി ഫുൾ ഫോം നോട്ട് ചെയ്ത് വയ്ക്കുക. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. 1988 ഏപ്രിൽ 12. 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനക്കമ്മി GDPയുടെ എത്ര ശതമാനമാണ്? 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനക്കമ്മി GDPയുടെ എത്ര ശതമാനമാണ്? 4.4%. 4.4%. പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏത്? പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 42-ാം ഭേദഗതിയാണ്. 42-ാം ഭേദഗതി. ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏത്? ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ്. വകുപ്പ് 324. വകുപ്പ് 324. ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പാണ് വകുപ്പ് 324. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC ചെയർമാനെ നിയമിക്കുന്നത് ആര്? UPSC ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഓപ്ഷൻ സി, രാഷ്ട്രപതിയാണ് UPSC ചെയർമാനെ നിയമിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം ഇതാണ്: നിലവിലെ UPSC ചെയർമാൻ ആര് എന്ന് കമന്റ് ചെയ്യുക. നിലവിലെ UPSC ചെയർമാൻ ആര് എന്ന് കമന്റ് ചെയ്യുക. ടൈഫോയിഡ് നിർണയത്തിനായിട്ട് നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? ടൈഫോയിഡ് നിർണയത്തിനായിട്ട് നടത്തുന്ന ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്. വൈഡൽ ടെസ്റ്റ്. ടൈഫോയിഡ് രോഗനിർണയം, വൈഡൽ ടെസ്റ്റ്. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയുള്ള ജനിതക രോഗം ഏതാണ്? രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയുള്ള ജനിതക രോഗമാണ് ഹീമോഫീലിയ. ഹീമോഫീലിയ.
കാർബൺ ന്യൂട്രൽ കൃഷി രീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കാർബൺ ന്യൂട്രൽ കൃഷി രീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ തന്നെ ആദ്യ സംസ്ഥാനമാണ് കേരളം. ഐൻസ്റ്റീന്റെ പ്രശസ്തമായ E=mc² എന്ന സമവാക്യത്തിൽ സി എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? E=mc²ല് സി എന്നത് എന്താണ്? പ്രകാശ പ്രവേഗമാണ്. പ്രകാശത്തിന്റെ പ്രവേഗമാണ്. പ്രവേഗം. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. ഓപ്ഷൻ ഡി, വിഴിഞ്ഞം. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതിയാണ് മൃതസഞ്ജീവിനി. പദ്ധതിയുടെ പേര് മൃതസഞ്ജീവിനി. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം. ശരത്കാലം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ്. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം ഏതാണ്? സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് പ്രവർത്തകർ ഖാദി ധരിക്കണമെന്ന നിബന്ധന കൊണ്ടുവന്നത്? ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് പ്രവർത്തകർ ഖാദി ധരിക്കണമെന്ന നിബന്ധന കൊണ്ടുവന്നത്? 1926 ഗുവാഹട്ടി സമ്മേളനത്തിലാണ്. 1926 ഗുവാഹട്ടി സമ്മേളനത്തിലാണ് പ്രവർത്തകർ ഖാദി ധരിക്കണമെന്ന നിബന്ധന കൊണ്ടുവന്നത്. 65 വയസ്സിനുമേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി. 65 വയസ്സിനുമേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം. പദ്ധതിയുടെ പേര് വയോമിത്രം. എത്ര വയസ്സിന് മുകളിലുള്ളവർക്കാണ്? 65 വയസ്സിനുമേൽ പ്രായമായവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് വയോമിത്രം. മിയാൻഡറുകൾ എന്നറിയപ്പെടുന്ന ഭൂരൂപങ്ങൾ താഴെ പറയുന്നവയിൽ എന്തിന്റെ സൃഷ്ടിയാണ്? മിയാൻഡറുകൾ നദികളുടെ സൃഷ്ടിയാണ്. നദികൾ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റികൾ ഏതെല്ലാമാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റികൾ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റികൾ ഏതൊക്കെയായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2ഉം 4ഉമാണ്. 2ഉം 4ഉം. സ്റ്റിയറിംഗ് കമ്മിറ്റി, അതുപോലെ റൂൾസ് ഓഫ് പ്രൊസീജിയർ. സ്റ്റിയറിംഗ് കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയർ. ചെയർമാൻ സ്ഥാനം വഹിച്ചത് രാജേന്ദ്ര പ്രസാദ്. കേരളത്തിലെ ജില്ലകളുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളിൽ ശരിയായത് ഏതെല്ലാം? തന്നിരിക്കുന്നു. തെയ്യങ്ങളുടെ നാട് കണ്ണൂർ, കിഴക്കിന്റെ വെനീസ് ആലപ്പുഴ, അക്ഷരനഗരം കോട്ടയം, സാംസ്കാരിക തലസ്ഥാനം തിരുവനന്തപുരം. ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദ്യം. ശരിയായത് ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. അക്ഷരനഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ. സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമമായ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് നിലവിൽ വന്നത് 1990 ജനുവരി 30-നാണ്. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26-നാണ്. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961-ലാണ്. പോക്സോ ആക്ട് നിലവിൽ വന്നത് 2012-ലാണ്. പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 3, 4 എന്നിവ എന്താണ്? ശരിയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള
നിയമമായ പ്രൊവിൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് നിലവിൽ വന്നത്? 1990 ജനുവരി 30. ശരിയാണ്. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26-നാണ്. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961-ലാണ്. പോക്സോ ആക്ട് നിലവിൽ വന്നത് 2012-ലാണ്. 4 പോയിന്റ്സും നോട്ട് ചെയ്യുക. അടുത്ത ചോദ്യം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്റെ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്റെ രാജി സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ്. ഓപ്ഷൻ സി, ഗവർണർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വായിക്കാം. ഗവൺമെന്റിനെ വിമർശിക്കുവാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കുവാനുള്ള അവകാശം, ഇവ എല്ലാം ഒരു ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവ എല്ലാം ഏതൊക്കെയാണ്? ഗവൺമെന്റിനെ വിമർശിക്കുവാനുള്ള അവകാശമുണ്ട്, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുവാനുള്ള അവകാശമുണ്ട്, സംഘടനകൾ രൂപീകരിക്കുവാനുള്ള അവകാശമുണ്ട്. അടുത്ത ചോദ്യം, ഗാന്ധിജി കൈസർ-ഇ-ഹിന്ദ് പദവി ബ്രിട്ടീഷ് സർക്കാരിന് തിരികെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ്? ആരാണ്? ഗാന്ധിജി കൈസർ-ഇ-ഹിന്ദ് പദവി ബ്രിട്ടീഷ് സർക്കാരിന് തിരികെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചിട്ടാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച കൈസർ-ഇ-ഹിന്ദ് പദവി ബ്രിട്ടീഷ് സർക്കാരിന് തിരികെ നൽകിയത് ആര് എന്ന് ചോദിക്കും. ആരാണ്? ഗാന്ധിജിയാണ്. കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ബാങ്ക് ഏതാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ് കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യത്തെ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരാണ്? പ്രീതി ലത വഡേദ്കർ ആണ്. പ്രീതി ലത വഡേദ്കർ. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതി. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതിയാണ് വികിരണം. വികിരണം. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതി ഏതാണ്? വികിരണം. ചുവടെ പറയുന്ന നദികൾ അവയുടെ അപരനാമങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നത് ബംഗാളിന്റെ ദുഃഖം, ബീഹാറിന്റെ ദുഃഖം, ഒഡീഷയുടെ ദുഃഖം, ആസാമിന്റെ ദുഃഖം. ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. A1, B2, C3, D4. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ദാമോദർ നദിയാണ് ബംഗാളിന്റെ ദുഃഖം എന്ന് അറിയപ്പെടുന്നത്. ദാമോദർ നദി. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദിയാണ്. ബീഹാറിന്റെ ദുഃഖം കോസി നദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദി, ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദി, ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദി, ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദി. മലങ്കര ജലസേചന പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മലങ്കര ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലാണ് മലങ്കര ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ല. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയം അല്ലാത്തത് ഏത്? നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയം അല്ലാത്തത് ഇവിടെ തന്നിരിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, യൂണിഫോം സിവിൽ കോഡ്, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം. ഗാന്ധിയൻ ആശയം അല്ലാത്തത് ഓപ്ഷൻ ബി ആണ്, യൂണിഫോം സിവിൽ കോഡ്. സൂററ്റ് പിളർപ്പ് നടന്ന വർഷം. സൂററ്റ് പിളർപ്പ് നടന്ന വർഷം 1907 ആണ്. 1907. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രിയായിരുന്നത് പള്ളിയാടി മല്ലൻ ശങ്കരനാണ്. പള്ളിയാടി മല്ലൻ ശങ്കരൻ. കോയിദ് ഇ അസം എന്നറിയപ്പെട്ടത് ആരാണ്? കോയിദ് ഇ അസം എന്നറിയപ്പെട്ടത്
മുഹമ്മദ് അലി ജിന്നയാണ്. മുഹമ്മദ് അലി ജിന്നയാണ് ക്വൈറ്റ് ഇ അസം എന്ന് അറിയപ്പെട്ടത്. മുഹമ്മദ് അലി ജിന്ന. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഏത്? മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോപോണിക്സ്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഏതാണ്? ഹൈഡ്രോപോണിക്സ്. സങ്കരയിനം തക്കാളി ഏത്? സങ്കരയിനം തക്കാളി. അക്ഷയ. അക്ഷയ സങ്കരയിനം തക്കാളിയാണ്. തക്കാളി. കേരളത്തിന്റെ ആദ്യത്തേതും വലുതുമായ ദേശീയോദ്യാനം സൈലന്റ് വാലി. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? 3 പ്രസ്താവനകളാണ് ഇപ്പോൾ വായിച്ചത്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 2ഉം 3ഉം ശരിയാണ്. സൈലന്റ് വാലി ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ച വർഷം 2007. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. 2 പ്രസ്താവനകളും ശരിയാണ്. ആദ്യത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തേതും വലുതുമായ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. ഭൂമി ഒരു തവണ സ്വയം തിരിയുവാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഭൂമി ഒരു തവണ സ്വയം തിരിയുവാൻ എടുക്കുന്ന സമയം ഓപ്ഷൻ സി ആണ്. 4 മാത്രം ശരി. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. 1114 കഥ എന്ന കൃതി രചിച്ചത് ആര്? 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയാനാണ്. ഓപ്ഷൻ ബി അക്കാമ ചെറിയാൻ. കൃതി ഏതാണ്? 1114 കഥ. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഡിണ്ടിഗൽ, കൊല്ലം. ഡിണ്ടിഗലിനെയും കൊല്ലത്തിനെയുമാണ് ദേശീയപാത 183 ബന്ധിപ്പിക്കുന്നത്. ഡിണ്ടിഗൽ, കൊല്ലം. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? താത്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1859 1857 വിപ്ലവത്തിന്റെ ബ്രിട്ടീഷ് സൈനിക തലവനാണ് കോളിൻ ക്യാമ്പൽ. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നത് കാനിങ് പ്രഭുവാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3 എന്നിവ 3 പ്രസ്താവനകളും ശരിയാണ്. 3 പോയിന്റ്സ് നോട്ട് ചെയ്യുക. താത്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1859. 1857 വിപ്ലവത്തിന്റെ ബ്രിട്ടീഷ് സൈനിക തലവൻ ആരായിരുന്നു? കോളിൻ ക്യാമ്പൽ. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു. 1973-74 കാലഘട്ടത്തിൽ ഇന്ത്യൻ ബജറ്റ് അറിയപ്പെടുന്ന പേര്. 1973-74 കാലഘട്ടത്തിലെ ഇന്ത്യൻ ബജറ്റ് അറിയപ്പെടുന്ന പേര് ബ്ലാക്ക് ബജറ്റ് എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബ്ലാക്ക് ബജറ്റ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം കൂടിയുണ്ട്. ബ്ലാക്ക് ബജറ്റ് അവതരിപ്പിച്ചത് ആര് എന്ന് കമന്റ് ചെയ്യുക. അപ്പം ഇന്നലത്തെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു. ബ്ലാക്ക് ബജറ്റ് അവതരിപ്പിച്ചത് ആര് എന്നും കൂടി കമന്റ് ചെയ്യുക. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആന. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ്. തെറ്റ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ാമത്തെയും 3ാമത്തെയും പ്രസ്താവന തെറ്റാണ്. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെട്ടിരുന്നത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതം. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നതോ? ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഇനി വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആന. ശരിയാണ്.
തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പോയിന്റ്സ് നോട്ട് ചെയ്യുക. അടുത്ത ചോദ്യം, ഇന്ത്യ വിഭജനം പ്രമേയമാക്കി പമേല റോക്ക് സംവിധാനം ചെയ്ത ചിത്രം. ഇന്ത്യ വിഭജനം പ്രമേയമാക്കിയിട്ട് പമേല റോക്ക് സംവിധാനം ചെയ്ത ചിത്രം ഏത്? ട്രെയിൻ ടു പാകിസ്ഥാൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ട്രെയിൻ ടു പാകിസ്ഥാൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ AK ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ AK ഗോപാലൻ. പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് എന്തിന് ഉദാഹരണമാണ്? പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് സമപ്രവേഗമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. സമപ്രവേഗം. നെപ്പോളിയൻ ചക്രവർത്തിയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ച ഇന്ത്യൻ ഭരണാധികാരി. നെപ്പോളിയൻ ചക്രവർത്തിയുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിച്ച ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താൻ ആണ്. ഓപ്ഷൻ ഡി ടിപ്പു സുൽത്താൻ. അവസാനത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ ലൈഫ് ഇൻഷുറൻസ് രംഗം ദേശസാൽക്കരിച്ച വർഷം. ഇന്ത്യയിലെ ലൈഫ് ഇൻഷുറൻസ് രംഗം ദേശസാൽക്കരിച്ച വർഷം 1956. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1956. ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്